നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യവുമായിട്ട് കൂടി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ഒപ്പുവെച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെയും ന്യൂസിലൻഡിൻ്റെയും വാണിജ്യ മന്ത്രിമാർ തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം, പാർലമെൻറ്റ് അംഗങ്ങളുടെ സംഘം, അതുപോലെ തന്നെ 30ഓളം അംഗങ്ങൾ വരുന്ന വ്യവസായികളുടെ സംഘം അടക്കം ഇപ്പോൾ ഇന്ത്യയിൽ സന്ദർശനം നടത്തി വരികയാണ്. ഈ സന്ദർശനത്തിനിടെ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പറഞ്ഞു. അതായത് 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ വിപണിയാണ് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരാനുള്ള ഒരു വലിയ കുതിപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യവുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ന്യൂസിലൻഡിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ന്യൂസിലൻഡിലെ കയറ്റുമതി മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാർ ഒപ്പിടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ എന്നാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ കരാർ രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തെ പാർലമെന്റിനും സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള അവസരമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട കയറ്റുമതി മേഖലകൾ, ടെക്സ്റ്റൈൽ മേഖലകൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ഇതുപോലെയുള്ള മേഖലകൾക്ക് വലിയ ഊർജം പകരുന്നതാണ് ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. അമേരിക്കയുമായിട്ട് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന വ്യാപാര യുദ്ധം ഇന്ത്യൻ കയറ്റുമതി മേഖലയെ വലിയ പ്രതിസന്ധിയിലും ആശങ്കയിലുമൊക്കെ ആഴ്ത്തിയിരുന്നു. ആ ആശങ്കകൾ പരിഹരിക്കാനാണ് ഇന്ത്യ മുൻകൈയെടുത്തുകൊണ്ട് മുടങ്ങിക്കിടന്ന വ്യാപാര ചർച്ചകൾ അടക്കം പിന്നീട് പരിശോധിക്കുകയും യൂറോപ്യൻ യൂണിയനുമായും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ടുമൊക്കെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. ഇപ്പോഴിതാ ന്യൂസിലൻഡുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറും യാഥാർത്ഥ്യമാവുകയാണ്. 2025 ഡിസംബർ 22 മുതലാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള വ്യാപാര കരാറിന്മേലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. കൃത്യം 9 മാസങ്ങൾക്കകം തന്നെ ഈ വ്യാപാര കരാർ പൂർണ്ണമായും ചർച്ചകൾ പൂർത്തിയാക്കി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. തലമുറകളുടെ ഇടയിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന കരാർ എന്നാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇല്ലാതെ തന്നെ ന്യൂസിലൻഡിലെ വിപണികളിൽ എത്താൻ സാധിക്കും. അതുപോലെ ന്യൂസിലൻഡ് കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിലേക്കും നികുതിയില്ലാതെ എത്താൻ സാധിക്കും. ഇതാണ് സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമുള്ള ഗുണം. അത് സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ 9 മാസമായി പുരോഗമിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കരാർ ഒപ്പുവെക്കുന്നതിൽ കലാശിച്ചിരിക്കുന്നത്. കരാർ ഒപ്പുവെച്ചാൽ ഉടൻ തന്നെ ഈ കരാർ യാഥാർത്ഥ്യമാവുകയില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ കരാറിനുണ്ട്. അതായത് ന്യൂസിലൻഡിലെ നിയമം അനുസരിച്ച് ഒരു വിദേശ കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ പോലെയുള്ള കരാറുകൾ ഉണ്ടാക്കിയാൽ ഈ കരാറിന്റെ വിശദാംശങ്ങൾ രാഷ്ട്രതലവന്മാർ തമ്മിൽ ഒപ്പുവെച്ചാലും ഈ കരാറിന്റെ വിശദാംശങ്ങൾ അവിടുത്തെ പാർലമെന്ററി സമിതി പരിശോധിക്കും. മാത്രമല്ല അതിനുശേഷം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഈ കരാറിൽ എന്നൊരു പരിശോധനയും ന്യൂസിലൻഡിൽ നടക്കും. ഈ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും ഈ കരാറിന് സ്ഥിരീകരണം ന്യൂസിലൻഡ് സർക്കാർ നൽകുക. പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് പൊതുജനാഭിപ്രായം അടക്കം സ്വരൂപിക്കുന്ന ഒരു കീഴ്വഴക്കവും ന്യൂസിലൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏതാണ്ട് 6 മാസം വരെ സമയമെടുത്തേക്കാം. 6 മാസത്തിന് ശേഷമാകും ഒരുപക്ഷെ ഈ കരാർ പ്രാബല്യത്തിൽ വരിക. ന്യൂസിലൻഡ് പാർലമെന്റ് ഇതിന് ഒരു സ്ഥിരീകരണം നൽകിയാൽ മാത്രമേ ഇത് കരാർ പ്രാബല്യത്തിലാവുകയുള്ളൂ. അങ്ങനെ കരാർ പ്രാബല്യത്തിലായി കഴിഞ്ഞാൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ചും
ടെക്സ്റ്റൈൽ മേഖല, ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായ ഫാർമ ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ തുകൽ, ചെരുപ്പുകൾ, ബാഗ് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ന്യൂസിലൻഡ് വിപണിയിലേക്ക് നികുതിയില്ലാതെ എത്താൻ സാധിക്കും. അത് ഇന്ത്യയും അതുപോലെ തന്നെ ന്യൂസിലൻഡും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്കും തുറന്ന് കൊടുക്കപ്പെടുമെന്നുള്ളതാണ്. നികുതിയില്ലാതെ ഇന്ത്യൻ വിപണിയിലേക്കും എത്തും. അപ്പോഴും രാഷ്ട്ര താൽപര്യം സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇന്ത്യ. പ്രത്യേകിച്ചും ന്യൂസിലൻഡിൻ്റെ കാർഷിക മേഖലയിലേക്ക് ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചും ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇടിച്ചു കയറുന്നില്ല. അത് ഈ നിയമത്തിൽ പ്രത്യേക പരിരക്ഷ ന്യൂസിലൻഡിൻ്റെ ക്ഷീരമേഖലയ്ക്കും ഇന്ത്യയുടെ ക്ഷീരമേഖലയ്ക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളടക്കം ഇന്ത്യയുടെ ന്യൂസിലൻഡിന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതാണ്ട് 95% ഉൽപ്പന്നങ്ങൾക്കും ഈ നികുതി ഇല്ലാതെ തന്നെ ഇന്ത്യയിലേക്ക് ന്യൂസിലൻഡിന് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില കാർഷിക ഉൽപ്പന്നങ്ങൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം തന്നെ ഈ കരാറിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഈ രീതിയിലാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വിജയകരമായ ചർച്ചകളായിരുന്നുവെന്ന് ഇരു വിഭാഗവും പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ കക്ഷികളിലും പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ ഒരു സംഘമാണ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. 30 അംഗ ബിസിനസ് സംഘവും ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. നിരവധി ചർച്ചകളാണ് ഇന്ത്യൻ സംഘവുമായി ന്യൂസിലൻഡ് പ്രതിനിധികൾ നടത്തിയത്. അതിനുശേഷമാണ് ഈ കരാറുകൾക്ക് അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത 15 വർഷത്തിനുള്ളിൽ $20 ബില്യൺ നിക്ഷേപവും ഇന്ത്യയിൽ നടത്താൻ ഈ കരാർ അനുസരിച്ച് ന്യൂസിലൻഡ് തയ്യാറാകും എന്നുള്ളതാണ് ഈ കരാറിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഇന്ത്യക്കും ന്യൂസിലൻഡിനും പ്രയോജനകരമാകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ധാരാളം നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാറാണ് ഇപ്പോൾ ഒപ്പുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും ഏതാണ്ട് അന്തിമ രൂപം ആയിരുന്നതാണ്. അതിനു മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വ്യാപാര യുദ്ധം തന്നെ നടന്നിരുന്നു. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് ഒരു 25% റെസിപ്രോക്കൽ നികുതി അമേരിക്ക നേരത്തെ ചുമത്തിയിരുന്നു. മാത്രമല്ല, അതിനുശേഷം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മറ്റൊരു 25%, അങ്ങനെ 50% നികുതി പിഴ താരിഫ് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്നതാണ്. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിന് കാരണമായി എന്ന് മാത്രമല്ല, ഇന്ത്യൻ കയറ്റുമതി മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് ചില ആശങ്കകൾ സൃഷ്ടിക്കുക കൂടി ചെയ്തു. ഇന്ത്യൻ കയറ്റുമതി മേഖല ഒരു പരിധിവരെ അമേരിക്കയെ ആശ്രയിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ തീരുമാനം ഇന്ത്യൻ കയറ്റുമതി മേഖലയെ വല്ലാതെ ബാധിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ കയറ്റുമതി മേഖലയെ വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യ ഒരു തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ബ്രിട്ടനുമായി സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായി ഏറ്റവും വലിയ ഒരു കരാർ, മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്, അങ്ങനെ ഒരു കരാർ നിലവിൽ വന്നു. അതിനുശേഷം ഖത്തറുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. ഇങ്ങനെ 12ഓളം രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. ഏറ്റവും ഒടുവിലായി ന്യൂസിലൻഡുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നു. കയറ്റുമതി മുഴുവൻ ഒരു രാജ്യത്തിൽ കേന്ദ്രീകരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട നയം അത് ഏതെങ്കിലും രീതിയിൽ ഭാരതത്തിനെതിരാവുകയാണെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ അത് വല്ലാതെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കയറ്റുമതി മേഖലയെ വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അമേരിക്ക വ്യാപാര ബന്ധം മുറുകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം വ്യാപാര യുദ്ധം വഷളാവുകയാണെങ്കിൽ തീർച്ചയായും ഈ രീതിയിൽ മറ്റ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുക എന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂസിലൻഡുമായിട്ട് കൂടി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. നേരത്തെ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടപ്പോൾ അമേരിക്ക ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടപ്പോൾ അമേരിക്ക അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ അന്ന് ശക്തമായ പ്രതിഷേധം അമേരിക്ക രേഖപ്പെടുത്തിയത്. ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പണം നൽകുന്നതിന് സമാനമാണ് എന്ന പ്രകോപനപരമായ പ്രസ്താവനയാണ് അന്ന് അമേരിക്ക നടത്തിയത്. അതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇന്ത്യ ഒരു രാജ്യത്തെയും യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന
അനുവദിക്കുന്നില്ല. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് എങ്കിൽ രണ്ട് പക്ഷവുമായി ഇന്ത്യ സംസാരിച്ചുകൊണ്ട് സമാധാനം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ക്രൂഡ് ഓയിൽ അത് എവിടെ നിന്ന് വാങ്ങണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് ഒരു തീരുമാനമുണ്ട്. രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ആ തീരുമാനം നിൽക്കുക. അത് മറ്റൊരു രാജ്യത്തിന് തീരുമാനിക്കാനാവില്ല എന്ന് ഇന്ത്യ ശക്തമായി തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ എല്ലാം അമേരിക്ക ഇത്തരത്തിൽ എതിർത്തുകൊണ്ടിരുന്നത്. അമേരിക്കയുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചില തടസ്സങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ അമേരിക്കയുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ എത്തുമെന്ന ഒരു ഘട്ടത്തിലായി. താൽക്കാലികമായി ഇപ്പോൾ ഒരു ഏക അഭിപ്രായത്തിൽ ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. ഫൈനലായി അല്ലെങ്കിൽ അന്തിമമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോവുകയുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയും ന്യൂസിലൻഡുമായി വളരെ വിജയകരമായി വെറും 9 മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഈ കരാർ പ്രാബല്യത്തിൽ വരാൻ ന്യൂസിലൻഡ് നിയമങ്ങൾ കാരണം ചെറിയ കാലതാമസം ഉണ്ടാകും. അതൊരു 6 മാസത്തെ കാലതാമസം ഉണ്ടാകും എന്നത് മാത്രമാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിലൂടെ പറഞ്ഞു പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഇരു രാജ്യത്തിൽ പ്രതിനിധീകരിച്ച സംഘവും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ കരാറിനെ ഇരു രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ തീരുവകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം അതൊരിക്കലും ആഗോള വിപണിക്ക് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. സമാനമായ അഭിപ്രായമുള്ള രാജ്യമാണ് ന്യൂസിലൻഡും. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വളരെ ഗുണകരമായ സംഭാവനകൾ നൽകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെ ഒരു വലിയ വിപണി, ആ വിപണിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിനെ പോലെ ഒരു രാജ്യത്തിന് നൽകുന്നത് വലിയ അവസരമാണ്. തിരിച്ചും അതുതന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ അത് വൈവിധ്യവൽക്കരിക്കുക, അത് ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് കയറ്റുമതി പോകാതിരിക്കുക എന്നുള്ളത് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൻ്റെ പ്രസക്തി. ആ നിലയിൽ ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാര കരാർ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്, സ്വാഗതം ചെയ്യപ്പെടുകയുമാണ്.